ഈ വരുന്ന ഡിസംബറിൽ എൻ്റെ 51ാമത്തെ പിറന്നാളാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു സൈനൂസ് വ്ലോഗ്. എൻ്റെ പേര് ബീന. ഞാൻ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു പറ്റിപ്പ് കൂടി പറ്റിയിട്ടുണ്ട്, അതുകൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അങ്ങനെയുള്ള പറ്റിപ്പുകൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇച്ചിരി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പറ്റിപ്പായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വരുന്ന ഡിസംബറിൽ എൻ്റെ 51ാമത്തെ പിറന്നാളാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ നോക്കി, എൻ്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് ആകെ 3650 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ 51ാമത്തെ പിറന്നാളാകുമ്പോഴേക്കും എനിക്ക് ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടാവണമെന്ന്. അപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയിട്ടുള്ള ഡ്രസ്സ്. ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയലിലുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേണിലുള്ള ഒരു ഡ്രസ്സാണ്. ശരിക്കും ഇതൊരു നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് പാർട്ടി അല്ലെങ്കിൽ കാഷ്വലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഫുൾ സ്ലീവ് ആണ്. ഈ ടൈപ്പാണ് ഇതിൻ്റെ നെക്ക്. പിന്നെ ഇതിന് ബാക്കിൽ ഒരു ടൈ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ബെൽറ്റ് ഉണ്ട് ഇവിടെ. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ബെൽറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. നല്ല ലെങ്തി ആണ്, ഫ്ലെയർഡ് ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. 407 രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 407 രൂപയ്ക്ക് ശരിക്കും ഇത് വർത്തി ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതിന് ലൈനിങ് ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഈ ഒരു ഒറ്റ മെറ്റീരിയൽ മാത്രം. ഈ മേൽഭാഗത്ത് മാത്രം ഇവിടം വരേക്ക് ലൈനിങ് ഉണ്ട്, ഇവിടുന്ന് താഴേക്ക് ലൈനിങ് ഇല്ല. അപ്പം നമ്മൾ ഇടുമ്പോൾ എന്തെങ്കിലും സ്കേർട്ട് അല്ലെങ്കിൽ സ്ലിപ്സ്, ലോങ് സ്ലിപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. ഇതും ഒരു മാക്സി ഗൗൺ ആണ്. ഫുൾ സ്ലീവ് ഉണ്ട്. ഇതിനൊരു വി നെക്കാണ് ഇതിൻ്റേത്. ഇതിനുമുണ്ട് സൈഡിൽ ഒരു ടൈ ചെയ്യുന്ന സംഭവം. ഇത് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്കിവിടെ ടൈ ചെയ്ത് വെക്കാം. ഇതും ശരിക്കും നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിനൊരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ലെങ്തിലുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലാർജ് സൈസിലാണ്. ഇതിന്റെ പ്രൈസ് 462 രൂപയാണ്. 462 രൂപയ്ക്ക് ഇത് ശരിക്കും വർത്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തതൊരു ടോപ്പാണ്, ഒരു ഷോർട്ട് ടോപ്പായിട്ട് വരും, ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നത്. ഇത് കോട്ടൺ മെറ്റീരിയലിലുള്ളതാണ്. ഇതിന്റെ പ്രൈസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. കാരണം ഇതിന് 190 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോഴേക്കും. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ പോയിട്ടില്ല, ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല ഇതുവരെ. നല്ലൊരു ഡ്രസ്സായിരുന്നു ഇത്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് ഇതിന്റെ പ്രിന്റ്. ഇതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഈ ക്ലൈമറ്റിലൊക്കെ, നല്ല ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇത് ശരിക്കും ഞാനിത് ഷെയർ ചെയ്തത് ഇത് ഇത്രയും നല്ല ഒരു ഡ്രസ്സ് ആയതുകൊണ്ടാണ്. ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടും അതിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. വെറും 190 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണല്ലോ. അപ്പോൾ അങ്ങനെയും ചില ഡ്രസ്സുകൾ നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രൈസ് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫെയ്ഡായി പോകുന്ന ഡ്രസ്സുകൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വർത്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റ് ആണ്, വൈറ്റ് കളറിലുള്ള ജാക്കറ്റ്. ഇതും നല്ല ഒരു ജാക്കറ്റ് ആയിരുന്നു. ഫുൾ സ്ലീവ് ആണ്. ഇതിന്റെ ബട്ടൺസ് ഒക്കെ കണ്ട, നെക്ക്. ഇതും അടിപൊളിയായിരുന്നു. ഞാൻ വാങ്ങിച്ചപ്പോൾ 263 രൂപയായിരുന്നു. ഇപ്പൊ അതിന്റെ പ്രൈസ് 248 രൂപയാണ്. ഇത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ അല്ലെങ്കിൽ ടോപ്സിന്റെ ഒക്കെ കൂടെ, ജീൻസിന്റെ ഒക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ജാക്കറ്റാണ്. അടുത്തതൊരു കുർത്തിയാണ്. 3/4 സ്ലീവ്. ഇവിടെ നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ലൈനിലും ഉണ്ട് ഒരു ഡിസൈൻ. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത്. നമുക്ക് കുർത്തിയായിട്ടും അല്ലെങ്കിൽ ഡ്രസ്സായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് റയോൺ മെറ്റീരിയലിലാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഇതിന്റെ റേറ്റ് 467 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ റേറ്റ് 464 ആണ്. പക്ഷേ ഇപ്പോൾ അൺഅവൈലബിൾ ആണ്.
എനിക്ക് ഇതിന്റെ കളറായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ്. ഇതിന്റെ ആകെയുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വേറെ സെപ്പറേറ്റ് നമ്മൾ വാഷ് ചെയ്യണം. കാരണം ഇതിന്റെ കളറ് ബ്ലീഡ് ആകും. ഇത് ഞാനിപ്പോൾ ഒരു 3 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കളർ പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഓവറോൾ ഇതിന്റെ ഒരു കളറിൽ ഒരു ഫെയ്ഡ് ഒന്നും ആവുന്നില്ല. ജസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ മാത്രം കുറച്ച് കളർ ഇങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇനി കാണിക്കുന്ന 2 ഡ്രസ്സുകൾ എൻ്റെ അനിയത്തി ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തതാണ്. അവളുടെ ഫ്രണ്ട് ഒരു റീസെല്ലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അവൾ ഓർഡർ ചെയ്ത 2 ഡ്രസ്സുകളാണ്. ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഇത് മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സാണെന്ന് അവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ അവള് ആണെങ്കിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ അഡ്രസ്സിലേക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങി വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം 4 ഡ്രസ്സായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ 2 എണ്ണം വന്നു. 2 എണ്ണം വന്നപ്പോൾ ഒരു ഡ്രസ്സിന് 610 രൂപയായിരുന്നു അതിന്റെ റേറ്റ് വന്നത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഡ്രസ്സ് തുറന്നു നോക്കിയപ്പോൾ ഈ ഡ്രസ്സ് എവിടെയോ കണ്ട പോലത്തെ ഒരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ എന്നിട്ടത് മീഷോയിൽ അതിന്റെ ഡ്രസ്സിന്റെ പിക്ചർ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ഡ്രസ്സ് ഞാൻ കണ്ടു. ആ ഡ്രസ്സിന്റെ മീഷോയിലെ പ്രൈസ് 377 രൂപയാണ്. 377 രൂപയുടെ ആ ഡ്രസ്സാണ് നമ്മള് ഏറ്റവും നല്ല ഡ്രസ്സാണെന്നുള്ള ഒരു കൺസെപ്റ്റില് 610 രൂപയ്ക്ക് വാങ്ങിച്ചത്. കാരണം നമുക്കറിയാം ഇപ്പോ ഈവൻ ഈ ഡ്രസ് ആണെങ്കിലും ഇത് മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ റേറ്റ് ഇതാണെങ്കിലും നമ്മൾ മിന്ത്രയിൽ ഈ സെയിം ഡ്രസ്സ് ഉണ്ടാവും. പക്ഷെ മിന്ത്രയിൽ ഈ സെയിം ഡ്രസ്സ് ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അതിന് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. മീഷോയിൽ ആ സെയിം കോപ്പി തന്നെ വരും. അപ്പൊ നമുക്കറിയാം മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് ഒറിജിനൽ അല്ലാന്നും അതിന്റെ ഒരു കോപ്പി ആണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കുന്നത്. അതേസമയം നമ്മൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ റേറ്റ് കൂടിയിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങിയാൽ നമുക്കത് വിഷമമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഓൺലൈൻ ഇങ്ങനെ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വാങ്ങിച്ചത്. പക്ഷെ ആ മീഷോയിലെ സെയിം സാധനമാണ് വന്നിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഡ്രസ് ഇതാണ്. ഫുൾ സ്ലീവ് ആണ്. ഒരു വി നെക്കിന്റെ അവിടെ ഒരു ലേസ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. ജോർജറ്റ് ആണെങ്കിലും അത്ര ക്വാളിറ്റി ഉള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ലൈനിങ് ഒക്കെ ഉണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഓവറോൾ 377 രൂപയ്ക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷെ ഇത് 610 രൂപയ്ക്ക് നമുക്കിത് ഭയങ്കര എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു മുഖത്ത് ഒരുമാതിരി കളർ മാറി മാറി വരുന്ന പോലെ. ആദ്യം 2 എണ്ണമായിരുന്നു വന്നത്. സെക്കൻഡ് രണ്ടാമത് 2 എണ്ണം വന്നപ്പോഴേക്കും നമ്മൾ അത് റിഫ്യൂസ് ചെയ്തു. കാരണം ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിന് ഒരു ഷോളും കൂടി ഉണ്ട് കേട്ടോ. ഇതിനൊരു ഷോളും കൂടി ഉണ്ട്. കുഴപ്പമില്ലാത്ത നീളത്തിലൊക്കെ ഉണ്ട്, പക്ഷെ വീതി ഇല്ല നീളത്തില്. അതിന് ലേസ് ഒക്കെ സൈഡിലെ ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷോളാണ്. പിന്നെ അടുത്ത ഡ്രസ് ഇതാണ്. ബ്ലാക്കില് പിങ്ക് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. ഇതും ഫുൾ സ്ലീവ് സെയിം പാറ്റേൺ ഒക്കെ ആയിട്ട് വരും. അതിന് വി നെക്ക്, ഇതിന് റൗണ്ട് നെക്ക്. പക്ഷെ ഇതിന്റെ പുറകുവശത്ത് ഇങ്ങനെ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട്, ഒരു വേസ്റ്റ് ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനും ഉണ്ട് ഇങ്ങനെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ലേസ് ഒക്കെ ഈവൻ ഇവിടുന്ന് സ്റ്റിച്ചൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കുവാ നോക്ക്. ഇതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ ഫുൾ ആയിട്ടുള്ള ലൈനിങ് ഒക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഡ്രസ്സൊക്കെ ഓക്കെ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ നമ്മൾക്ക് പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയിട്ടുള്ളത്. ആ സെല്ലറിന് ഇത് മീഷോയുടെ ഡ്രസ്സാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇവരുടെ ടോപ്പിലുള്ളവർ കൊടുക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു. അപ്പൊ അവർക്ക് അറിയത്തില്ലായിരുന്നു അത് മീഷോയിൽ നിന്ന് പോലും കിട്ടുന്ന ഡ്രസ്സാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഉണ്ട്, ഈവൻ നമുക്ക് യൂട്യൂബിൽ പോലും ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവര് സെല്ല് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങനെ ആ ഒരു ഡ്രസ്സ് കാണുമ്പോഴേക്കും നമ്മൾ അതൊന്നും എടുത്ത് മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഇട്ട് നോക്കണം. ഇതിന്റെ റേറ്റ് എന്തോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.